Hello students, in the video we discuss black body radiation and Planck's constant. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഇലക്ട്രോമാഗ്നെറ്റിക് റേഡിയേഷൻസിനെ കുറിച്ചിട്ടും അതിൽ നമ്മൾ ഇലക്ട്രോമാഗ്നെറ്റിക് റേഡിയേഷനിൽ ഏതിൻ്റെ എക്സാമ്പിൾ എടുത്തിട്ടായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് വി ഹാവ് കൺസിഡർഡ് ദ എക്സാമ്പിൾ ഫോർ ലൈറ്റ് കോമൺ എക്സാമ്പിൾ ലൈറ്റ് ആണ് ഒരു ഇലക്ട്രോമാഗ്നെറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞു പക്ഷേ പിന്നീട് ഫർദർ സ്റ്റഡീസ് പ്രൂവ്ഡ് ദാറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ വെറും വേവ് നേച്ചർ അല്ല അതിന് രണ്ട് നേച്ചറുണ്ട് ഏതാണ് രണ്ട് നേച്ചർ പാർട്ടിക്കിൾ നേച്ചറുണ്ട് വേവ് നേച്ചറുണ്ട് അപ്പം നമുക്ക് നോക്കാം ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഒബ്ജക്റ്റ് എടുത്തു അല്ലെങ്കിൽ ഒരു ബോഡി എടുത്തു ഈ ഒബ്ജക്റ്റ് കൂടെ നമ്മൾ വൈറ്റ് ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം വൈറ്റ് ലൈറ്റ് തന്നെ പല ഡിഫറെൻറ്റ് വേവ് ലെങ്ത്സ് ഉണ്ട് അല്ലേ നമ്മൾ പ്രിസം കൂടെ വൈറ്റ് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ വിബ്ജിയോർ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ഉള്ള വൈറ്റ് ലൈറ്റ് നമ്മളൊരു ഒബ്ജക്റ്റ് ഓർ നമുക്ക് എന്ത് പറയാം ഒരു ബോഡി കൂടെ നമ്മൾ പാസ് ചെയ്ത് കഴിയുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് ഫസ്റ്റ് നമുക്ക് എന്ത് നോക്കാം ഫസ്റ്റ് ദ ലൈറ്റ് ദാറ്റ് ഈസ് പാസ്ഡ് ഗെറ്റ്സ് അബ്സോർബ്ഡ് സെക്കൻഡ് എന്ത് പറയാം ദ ലൈറ്റ് വെൻ പാസസ് ത്രൂ ആൻ ഒബ്ജെക്റ്റ് ഇറ്റ് ഗെറ്റ്സ് റിഫ്ലെക്റ്റഡ് ആൻഡ് തേർഡ് ദ ലൈറ്റ് വെൻ പാസ് ത്രൂ ആൻ ഒബ്ജെക്റ്റ് ഇറ്റ് ഗെറ്റ്സ് ട്രാൻസ്മിറ്റഡ് എന്താണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എബ്സോർബ്ഡ് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും ആ ലൈറ്റിനെ എബ്സോർബ് ചെയ്യാണ് ചെയ്യുക റിഫ്ലക്റ്റ് ചെയ്യുക പറഞ്ഞാൽ എന്താണ് ലൈറ്റ് ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് തിരിച്ചെന്ത് ചെയ്യും റിഫ്ലക്റ്റ് ചെയ്യും അപ്പോൾ ഈ റിഫ്ലക്റ്റ് ചെയ്യണതാണ് നമുക്കൊരു ഒബ്ജക്റ്റിൻ്റെ കളറ് തീരുമാനിക്കാം ഏത് വേവ് ലെങ്ത്തിൻ്റെ ലൈറ്റാണോ റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത് വിസിബിൾ റീജിയനിൽ അതായിരിക്കും ആ ഒബ്ജക്റ്റിൻ്റെ എന്ത് തീരുമാനിക്കേണ്ടത് കളർ തീരുമാനിക്കേണ്ടത് സോ റിഫ്ലക്ഷൻ ഡിസൈഡ്സ് ദ കളർ ഓഫ് ദ ഒബ്ജക്റ്റ് തേർഡ് ഈസ് ട്രാൻസ്മിറ്റഡ് എന്താണ് ട്രാൻസ്മിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ലൈറ്റ് ഒബ്ജക്റ്റ് കൂടെ പാസ് ചെയ്തിട്ട് എന്തായിരിക്കും ഒബ്ജക്റ്റ് കൂടെ തന്നെ പാസ് ചെയ്യും അല്ലേ വൈറ്റ് ലൈറ്റ് ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് ഒബ്ജക്റ്റ് കൂടെ തന്നെ പാസ് ചെയ്യും ഇറ്റ് ഈസ് നോൺ ആസ് എന്താണ് ദ ലൈറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ദസ് it was observed that light shows some properties which differ from the wave nature. നമ്മളൊരു ഒബ്ജക്റ്റ് എടുത്തു ഈ ഒബ്ജക്റ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്തു വിചാരിക്കുക വി ആർ ഹീറ്റിംഗ് ദ ഒബ്ജക്റ്റ് സോ വെൻ ദ ഒബ്ജക്റ്റ് ഈസ് ഹീറ്റഡ് ഓർ വെൻ എ ബോഡി ഈസ് ഹീറ്റഡ് എന്തായിരിക്കും ഇറ്റ് എമീറ്റ്സ് റേഡിയേഷൻസ് ഓഫ് ഒരു ബോഡി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും വെൻ ഹീറ്റഡ് ഇറ്റ് emits radiations of different wavelength emits radiations of different wavelength പല വേവ്ലെങ്ത്തിലുള്ള റേഡിയേഷൻസ് ഒരു ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ ഒരു ബോഡി ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എമീറ്റ് ചെയ്യും അപ്പോൾ ഈ പല റേഡിയേഷൻസ് എമീറ്റ് ചെയ്താലും ഏത് റേഡിയേഷൻസ് ആണോ മാക്സിമം എമീറ്റ് ചെയ്യണത് ഏറ്റവും മാക്സിമം വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക ഫോർ എക്സാമ്പിൾ അയൺ നമ്മൾ ഇരുമ്പ് ചൂടാക്കുമ്പോൾ വളരെ ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം എന്താണ് ഒരു റെഡിഷ് ഓറഞ്ച് ഇല്ലെങ്കിൽ എന്താണ് ഒരു യെല്ലോ കളർ പോലത്തെ കളർ നമുക്ക് കാണാം വൈ വി ആർ ഒബ്സർവിങ് ദിസ് കളർ എന്തുകൊണ്ടാണ് ഈ കളർ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബിക്കോസ് വെൻ ഹീറ്റഡ് ഇറ്റ് ഈസ് എമീറ്റിംഗ് ദ വൺ വിച്ച് ഈസ് ഹാവിങ് മാക്സിമം വേവ് ലെങ്ത് മാക്സിമം വേവ് ലെങ്ത് ഉള്ള റേഡിയേഷൻസ് അല്ലെങ്കിൽ വേവ് ലെങ്ത് ആണ് എന്ത് ചെയ്യണത് എമീറ്റ് ചെയ്യണത് സോ നമുക്കിത് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യണം വെച്ചാൽ നമുക്ക് കാണിക്കാം നമ്മൾ ഗ്രാഫ് എടുത്തു നമ്മുടെ എക്സ് ആക്സിസിൽ നമ്മൾ വേവ് ലെങ്ത് ആണ് എടുക്കുന്നത് വൈ ആക്സിസിൽ വി ആർ ടേക്കിംഗ് ഇൻറ്റൻസിറ്റി പറയുമ്പോൾ എന്താണ് എമൗണ്ട് സോ വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ഹീറ്റഡ് ദ ഗ്രാഫ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ലൈക്ക് ദിസ് ഇവിടെ നോക്കുക വേവ് ലെങ്ത് നമുക്ക് 0 ആവണില്ല പക്ഷെ എന്തായിരിക്കും എന്താ മാക്സിമം വേവ് ലെങ്ത് ഉള്ളത് നമ്മുടെ മാക്സിമം ഇൻറ്റൻസിറ്റി ഇവിടെ നോക്കുക നമുക്ക് ഏറ്റവും കൂടുതൽ എവിടെയാണോ നമ്മുടെ കളറ് കാണുന്നത് അതായിരിക്കും നമ്മുടെ എന്തിൻ്റെ പോയിൻ്റ് മാക്സിമം വേവ് ലെങ്ത്തിൻ്റെ പോയിൻ്റ് സോ ആസ് ദ വേവ് ലെങ്ത് ഇൻക്രീസസ് നമുക്ക് കാണാം ഇൻറ്റൻസിറ്റി എന്തായിരിക്കും ഇൻറ്റൻസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും സോ നമ്മളൊരു ബ്ലാക്ക് ബോഡി എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ What do you mean by black body? Black body means an object or a body which absorbs all light incident on it. അങ്ങനത്തെ ഒബ്ജക്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുക ബ്ലാക്ക് ബോഡി അപ്പോൾ ഏത് വേവ് ലെങ്ത്തിൻ്റെ ലൈറ്റ് വീണാലും
അതെന്ത് ചെയ്യും? ഇറ്റ് അബ്സോർബ്സ്. നമ്മൾ 3 ടേം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇത് എന്താ ചെയ്യുക? ബ്ലാക്ക് ബോഡി അബ്സോർബ്സ് ഓൾ ലൈറ്റ് വിച്ച് ഈസ് ഇൻസിഡൻറ്റ് ഓൺ ഇറ്റ്. സോ ബ്ലാക്ക് ബോഡിയുടെ ഡെഫിനേഷൻ അതാണ്, ദ ബോഡി വിച്ച് അബ്സോർബ്സ് ഓൾ ദ ലൈറ്റ്സ് ഇൻസിഡൻറ്റ് ഓൺ ഇറ്റ്. അപ്പം നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് മുമ്പേ നോക്കി നമ്മുടെ വേവ് ലെങ്ത്തും ഇൻറ്റൻസിറ്റിയുടെ കേസിൽ എക്സ്പെരിമെൻ്റൽ വാല്യൂ ആണ് ഇങ്ങനെ, ആക്ച്വൽ വാല്യൂസ് ആണ് ഇങ്ങനെ വരുന്നത്. നമുക്കിവിടെ എന്താ കിട്ടണത്? ഹിയർ വി ആർ ഗെറ്റിംഗ്, നമ്മൾ പറഞ്ഞു ഈ ഒരു പോയിൻ്റാണ് നമ്മുടെ എന്ത്, ദിസ് ഈസ് ആ ലാംഡ മാസ്. പക്ഷേ ഇതേ എക്സ്പെരിമെൻറ്റ് തിയററ്റിക്കലി ചെയ്യുമ്പോൾ ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ദാറ്റ് വി വർ ഗെറ്റിംഗ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. ഇതെന്താണ് നമ്മുടെ ആക്ച്വൽ വൺ ഓർ ദ എക്സ്പെരിമെൻ്റൽ ഗ്രാഫ്. ഇതെന്താണ് നമ്മുടെ, ദിസ് വൺ ഈസ് അവർ തിയററ്റിക്കൽ ഗ്രാഫ്. അപ്പോൾ തിയററ്റിക്കലി നോക്കുമ്പോൾ നമ്മുടെ ഗ്രാഫ് ഈ രീതിയിലായിരുന്നു കിട്ടുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ട് സ്ഥലത്തും എന്താണ്, വേവ് ലെങ്ത് ഇൻറ്റൻസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ആസ് ദ വേവ് ലെങ്ത് ഇൻക്രീസസ്. പക്ഷേ നമ്മുടെ ഇനീഷ്യൽ വാല്യൂ നോക്കുമ്പോൾ ആക്ച്വൽ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ തിയററ്റിക്കൽ വാല്യൂവിൽ നല്ല വ്യത്യാസമുണ്ട്. ഇവിടെ എന്താണ്, ഇൻറ്റൻസിറ്റി ആദ്യം തന്നെ കൂടിയിട്ടാണ് വരുന്നത്. ഏത് കേസിൽ? തിയററ്റിക്കൽ. സോ ഡ്യൂ ടു ദിസ് ഡിസ്പാരിറ്റി ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ലൈറ്റിന് പറയുമ്പോൾ ലൈറ്റിന് വരും എന്ത് നേച്ചറില്ല, വേവ് നേച്ചറില്ല. മാത്രമല്ല ലൈറ്റിനുള്ളത്, ലൈറ്റിന് വേറൊരു നേച്ചറുണ്ട്. ആ നേച്ചർ എന്താണ്? ഇറ്റ് ഈസ് അവർ പാർട്ടിക്കിൾ നേച്ചർ. അപ്പോൾ ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നേച്ചറിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഏത് സയൻറ്റിസ്റ്റ്? മാക്സ് പ്ലാങ്ക്. Max Planck explained about the particle nature based on his theory, which is known as, in the theory ആണ്, it is the quantum theory. So എന്താണ് ഈ quantum theory എന്ന് നമുക്ക് നോക്കാം. So according to him, light is made up of packets of energy. ഈ packet of energy നെയാണ് എന്ത് പറയുന്നത്? ക്വാണ്ട എന്ന് പറയുന്നത്. According to Planck, light is made up of packets of energy. This packets of energy is known as എന്താണ്? ക്വാണ്ട. അതിലത്തെ വൺ പാക്കറ്റ്, ഒരു പാക്കറ്റ് ആണ് വെച്ചാൽ നമ്മളതിന് എന്താ പറയുക? ഇറ്റ് ഈസ് നോൺ ആസ് ക്വാണ്ടം. മനസ്സിലായിന്ന് വിചാരിക്കുന്നു. ലൈറ്റ് എന്താണ്? ലൈറ്റ് ഇതേപോലെ കുറേ പാക്കറ്റ്സ് ഓഫ് എനർജിയാണ്. ഈ പാക്കറ്റ്സ് ഓഫ് എനർജീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പാക്കറ്റ്സ് ഓഫ് എനർജി ഈസ് നോൺ ആസ് ക്വാണ്ട. ഇതിലത്തെ ഒരു പാക്കറ്റ് ഓഫ് എനർജി ഈസ് നോൺ ആസ് എന്താണ്? ക്വാണ്ടം. ബിക്കോസ് ഓഫ് ദിസ് ഹിസ് തിയറി വാസ് ഓൾസോ നോൺ ആസ് എന്താണ്? ക്വാണ്ടം തിയറി. സോ അക്കോർഡിംഗ് ടു പ്ലാങ്ക്, ഇഫ് വി കാൽക്കുലേറ്റ് ദ എനർജി ഓഫ് ഈച്ച് പാക്കറ്റ്, ഇറ്റ് വാസ് ഗിവൺ ആസ് E ഈക്വൽ ടു എച്ച് ന്യൂ. എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്? energy of this packets of energy was represented as E equal to h nu, where h is known as what constant? It is known as Planck's constant, which was a constant having a value of 6.626 into 10 to the power of minus 34 joule second. H Planck's constant ആയിരുന്നു, which had a value of this much. ഇനി ന്യൂ പറയേണ്ടത് എന്താണ്? ന്യൂ നമുക്കറിയാം. ന്യൂ എന്താണ്? ഇറ്റ് ഈസ് ദ ഫ്രീക്വൻസി. എന്താണ് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തതിൻ്റെ അർത്ഥം? നമ്മൾ ഇതുവരെയും പഠിച്ചിട്ടുണ്ടായിരുന്നു. ലൈറ്റിന് എന്ത് നേച്ചറാണ്? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുള്ള വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ലൈറ്റിന് പറയുമ്പോൾ അതിന് എന്ത് നേച്ചറായിരിക്കും? വേവ് നേച്ചർ ആയിരിക്കും. പക്ഷേ പ്ലാങ്ക് പ്രകാരം ലൈറ്റിന് വെറും ഈ വേവ് നേച്ചർ മാത്രമല്ല ഉള്ളത്, അതിന് എന്ത് നേച്ചറും കൂടി ഉണ്ട്? അതിന് ഒരു പാർട്ടിക്കിൾ നേച്ചറും കൂടി ഉണ്ട്. അപ്പോൾ പാർട്ടിക്കിൾ നേച്ചർ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ പാക്കറ്റ് ഓഫ് എനർജീനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്? ക്വാണ്ടിറ്റി ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. സോ ദിസ് ഈസ് ദ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ് ആൻഡ് ദിസ് വൺ ഈസ് വാട്ട്? ദിസ് വൺ ഈസ് ദ വേവ് നേച്ചർ ഓഫ് ലൈറ്റ്. ഈ നമ്മൾ ഈ ഇക്വേഷൻ നോക്കി എന്താണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ അടുത്തൊരു 300 ഹെഡ്സ് ആണ് നമ്മുടെ എന്ത് തന്നിരിക്കുന്നത്? ഫ്രീക്വൻസി തന്നിരിക്കുന്നത്. ഈ 300 ഹെഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് വിൽ ബി മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്. അപ്പോൾ പാർട്ടിക്കിൾ നേച്ചർ പ്രകാരം എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഓൾസോ ഇൻക്ലൂഡിങ് എന്താണ്? ഈ നമ്മുടെ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? എനർജി കിട്ടുക. നമുക്ക് നോക്കാം. ഇതിൻ്റെ മുകളിൽ ബേസ് ചെയ്തിട്ട് ഫോർ എക്സാമ്പിൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു ചോദ്യത്തിൽ എനർജി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. You are asked to find out the energy. നമ്മുടെ അടുത്ത് തന്നിരിക്കുന്നത് വേവ് ലെങ്ത്ത് 700 നാനോമീറ്റർ ആണ്.
സോ എനർജി വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വേവ് ലെങ്ത് തന്നിരിക്കുന്നത് 700 നാനോമീറ്റർ. നമ്മളിപ്പോൾ നോക്കി എന്താണ് നമ്മുടെ ഇക്വേഷൻ E ഈക്വൽ ടു എച്ച് ന്യൂ. സോ ഇതിൻ്റെ മുമ്പേ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ നോക്കി ന്യൂ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ന്യൂ ക്യാൻ ബി ഓൾസോ റെപ്രസെൻറ്റഡ് ബൈ എന്താണ് സി ബൈ ലാംഡ. സോ ഇൻസ്റ്റെഡ് ഓഫ് ന്യൂ വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് ബൈ ലാംഡ. ഇനി ഏത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എടുത്താലും പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് നമ്മുടെ എന്താണ് കോൺസ്റ്റൻ്റ് ആണ്. 6.626 ഇൻറ്റു 10⁻⁻34 ഇൻറ്റു സി നമ്മൾ പറഞ്ഞു. എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ കേസിൽ അത് സെയിം ആണ്. എത്രയാണ് 3 ഇൻറ്റു 10⁸ ബൈ എത്രയാണ് നമുക്ക് വേവ് ലെങ്ത് തന്നിരിക്കുന്നത് 700 നാനോമീറ്റർ. അപ്പോൾ ഇവിടെ നോക്കുക എന്താണ് നാനോമീറ്ററിലാണ്. വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു മീറ്റർ. അപ്പോൾ എന്ത് എഴുതണം 700 ഇൻറ്റു മീറ്ററിലാക്കണം വെച്ചാൽ 10⁻⁻9 മീറ്റർ. സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും. വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 2.8 ഇൻറ്റു 10⁻⁻19 ജൂൾ. സോ ബേസ്ഡ് ഓൺ ദിസ് നമുക്ക് ധാരാളം പ്രോബ്ലം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ E ഈക്വൽ ടു എച്ച് ന്യൂ എനർജി ഓഫ് പാക്കറ്റ് ഓഫ് എനർജി. സോ നമ്മളിവിടെ എന്തൊക്കെ പഠിച്ചു ഈ വീഡിയോ പ്രകാരം. നമ്മുടെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻസും പ്ലാങ്ക് കോൺസ്റ്റൻറ്റ് പ്രകാരം ലൈറ്റ് ഈസ് ഹാവിങ് എന്ത് നേച്ചറാണ്. ലൈറ്റ് ഈസ് ഹാവിങ് ഡുവൽ നേച്ചർ. എന്താണ് ഡുവൽ നേച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ബോത്ത് എന്ത് നേച്ചറാണ് പാർട്ടിക്കിൾ നേച്ചർ ആൻഡ് വേവ് നേച്ചർ. സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജിനെയാണ് നമ്മൾ എന്ത് പറയാറ്. സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി ഈസ് നോൺ ആസ് quanta and one packet of energy is known as what? Quantum. So this is based on എന്താണ് it is based on Planck's quantum theory. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.